നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരത്തോടെ നയപ്രഖ്യാപനം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി വന്ദേ മാതരം ബാൻഡ് വാദ്യമായി അവതരിപ്പിച്ച 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളന നടപടികൾക്ക് തുടക്കം. സാധാരണയായി ദേശീയഗാനമായ ജനഗണമന ആലപിച്ചുകൊണ്ട് സഭാ നടപടികൾ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന പതിവിനാണ് ഇവിടെ മാറ്റമുണ്ടായിരിക്കുന്നത്. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരത്തിന്റെ പൂർണ്ണ രൂപം ആലപിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാന വാഗ്ദാനങ്ങൾ ആവർത്തിച്ചു. സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ നവീകരിക്കും. മാവേലി സ്റ്റോറുകളുടെയും റേഷൻ കടകളുടെയും എണ്ണം വർദ്ധിപ്പിക്കും. വിദ്യാർത്ഥികളുടെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ജില്ലകളിലും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കും. സംസ്ഥാനത്ത് പുതിയ സിനിമാ നയം രൂപീകരിക്കും. പ്രതിസന്ധിയിലായ തിയേറ്റർ മേഖലയ്ക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകും. സംസ്ഥാനത്തിന്റെ സമ്പൂർണ്ണ വളർച്ചയും സാമൂഹിക സമത്വവും ഉറപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് സർക്കാർ സ്കൂൾ പ്രിൻസിപ്പലിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജവാദ് സുബൈറിനെതിരെയാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് സസ്പെൻഷൻ. അതേസമയം പ്രിൻസിപ്പലിനെതിരെയുള്ള നടപടി രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള നീക്കമാണെന്ന് ഒരു വിഭാഗം അധ്യാപകർ ആരോപിച്ചു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ഡോക്ടർ എ കൗശികൻ നിയമിതനായി. 2009 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ എ കൗശികൻ. മുൻ CEO രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതിന് പകരമാണ് പുതിയ നിയമനം. താരസംഘടന അമ്മയിലെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ നിഷ്പക്ഷമായ സമിതി രൂപവൽക്കരിക്കണമെന്ന നടി മാല പാർവതി. നിലവിലെ ഭരണസമിതി പിരിച്ചുവിടണം. സംഘടനയിൽ നടക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അടുത്ത ദിവസങ്ങളിൽ വലിയ ആരോപണങ്ങളുള്ള കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവരുമെന്നും മാല പാർവതി പറഞ്ഞു. അതുല്യയുടെ കൂടുതൽ ശബ്ദ സന്ദേശം പുറത്തുവരും. അതുല്യ പറഞ്ഞ ഭാഷ്യത്തിനു പുറമെ വലിയ ആരോപണങ്ങളുള്ള മറ്റ് ശബ്ദ സന്ദേശങ്ങൾ 2 ദിവസത്തിനകം പുറത്തുവരുമായിരിക്കുമെന്നും അവർ വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED നടത്തുന്ന അന്വേഷണവും സമൻസുകളും ചോദ്യം ചെയ്താണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. EDയുടെ അന്വേഷണം പൂർണ്ണമായും അധികാര പരിധിക്ക് പുറത്താണെന്നും നിയമവിരുദ്ധമാണെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് അപ്പീലിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാനില്ലെന്ന് പോലീസിന് ലഭിച്ച പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം ഭരണസമിതി. തെറ്റായ റിപ്പോർട്ടാണ് ADGP സർക്കാരിന് നൽകിയതെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെടുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ശ്രീപത്മനാഭസ്വാമി വിഗ്രഹത്തിൽ ചാർത്തുന്ന വൈരനാമവും ദീപാരാധന തട്ടും ക്ഷേത്രത്തിലുണ്ട്. നമ്പിയുടെ നിർദ്ദേശപ്രകാരം വൈരനാമം ഇന്ന് ജില്ലാ ജഡ്ജി കൂടിയായ ഭരണസമിതി ചെയർമാൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ വിഗ്രഹത്തിൽ ചാർത്തി. നടവരവായി ലഭിച്ച സ്വർണത്തിൽ 72 ഗ്രാം കുറവാണെന്ന പരാതി ശരിയല്ലെന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ വ്യാജമദ്യം കഴിച്ച് 15 പേർ മരിച്ചു. നിരവധി പേരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂനെ പിംപ്രി ചിഞ്ച്വാഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പൂനെ സ്വദേശിയായ യോഗേഷ് വാങ്കഡെ എന്നയാൾ പ്രാദേശികമായി നിർമ്മിച്ച് വിതരണം ചെയ്ത മദ്യമാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തെക്കുറിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പും പൂനെ പിംപ്രി ചിഞ്ച്വാഡ് പോലീസ് കമ്മീഷണറേറ്റും സംയുക്തമായി വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിധി പറയുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ ഹൈക്കോടതികൾക്ക് മാർഗനിർദ്ദേശവുമായി സുപ്രീം കോടതി. വിധി പറയുന്നതിനായി മാറ്റിവെച്ച കേസുകളിൽ 3 മാസത്തിനകം വിധി പ്രസ്താവിക്കണമെന്നും ജാമ്യാപേക്ഷകളിലെ ഉത്തരവുകൾ വാദം കേൾക്കുന്ന അതേ ദിവസം തന്നെയോ അല്ലെങ്കിൽ പരമാവധി അടുത്ത ദിവസമോ പ്രസ്താവിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി.
ഇന്ധനവിലയിലുണ്ടായ കനത്ത വർധനവിനെ തുടർന്ന് രാജ്യത്തെ പ്രമുഖ വിമാന കമ്പനികളായ ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ ജൂൺ മാസം മുതൽ ആഭ്യന്തര സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നു. പ്രതിദിനം ഏകദേശം 250ഓളം ആഭ്യന്തര സർവീസുകളാണ് കമ്പനി ഒഴിവാക്കുക. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ സർവീസുകൾ കുറയ്ക്കുന്നതിനൊപ്പം വിമാന നിരക്കുകളിൽ വലിയ വർധനവുണ്ടാകുമെന്നും കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വേനൽക്കാല അവധിക്കാലത്ത് കുടുംബങ്ങൾ കൂടുതലായി യാത്ര ചെയ്യുന്ന സമയത്തുള്ള ഈ തീരുമാനം ആഭ്യന്തര വിനോദസഞ്ചാര മേഖലയെയും യാത്രക്കാരെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കും. ഉത്തർപ്രദേശിലെ ഹാമിർപൂരിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് 6 പേർ മരിച്ചു. പാലത്തിന്റെ നിർമ്മാണ തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. 3 തൊഴിലാളികൾ പാലത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. രക്ഷാപ്രവർത്തനം നടന്നുവരികയാണ്. ഇന്നു പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിനെ തുടർന്ന് പാലം തകർന്നു വീഴുകയായിരുന്നു. അപകടം നടക്കുന്ന സമയത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.